പാലക്കാട് അധ്യാപകനെതിരായ കൊലവിളിയിൽ +1 വിദ്യാർത്ഥിക്ക് മാനസാന്തരം. പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു. ഫോൺ വാങ്ങിവെച്ച് വഴക്കു പറഞ്ഞതിന്റെ ദേഷ്യത്തിലാണ് കൊലവിളി നടത്തിയതെന്നാണ് വിശദീകരണം. അതേ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാൻ അവസരം നൽകണമെന്നും വിദ്യാർത്ഥി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ പരാതിയിൽ പ്രഥമദൃഷ്ട്യാ കേസെടുക്കാനാകില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. അത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. സന്തോഷകരം എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് അത് ബോധ്യപ്പെട്ടു താൻ പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത്. പലപ്പോഴും ഫോണൊക്കെ വാങ്ങി വയ്ക്കുമ്പോൾ അച്ഛനും അമ്മമാർക്ക് ഫോൺ തന്നില്ലെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറയും. പക്ഷെ അത് കൊന്നുകളയാൻ വേണ്ടിയല്ല ഈ കുട്ടികൾ പറയുന്നത്. പക്ഷെ അങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ ഒരു കൊട്ടേഷൻ സംഘത്തിലെ ഗുണ്ട വന്ന് പറയുന്നത് പോലെയാണ് ഒരു കുട്ടി പറഞ്ഞത്. സാറിന് എന്നെ അറിയില്ല, എന്നിട്ട് പറയാണ് ഞാൻ കൊന്നിടും പുറത്തിറങ്ങിയാൽ എന്നാണ് ആ വിദ്യാർത്ഥി പറയുന്നത്. അത് കേട്ട് നമ്മളൊക്കെ വല്ലാതെ ഞെട്ടിപ്പോയി. അത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഇവരുടെയൊക്കെ സൂപ്പർ ഹീറോകളായിട്ട് മാറുന്നത് ഇതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് കൊട്ടേഷൻ സംഘങ്ങളുടെ നേതാവായിട്ട് വിലസുന്ന ആളുകളൊക്കെ ഈ സിനിമയിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അക്കാര്യത്തിൽ കൗൺസിലിങ്ങിന് ഈ കുട്ടിയെ വിധേയമാക്കണം. ആ കുട്ടിയെ അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. ചിലപ്പോൾ ഈ കുട്ടിയൊക്കെ തിരിച്ചു പിടിച്ചാൽ മിടുക്കനായ ഒരു കുട്ടിയായിട്ട്, ഒരു പ്രതിഭയായിട്ടൊക്കെ ഇവൻ വളരാനുള്ള സാധ്യതയില്ലെന്ന് ആര് കണ്ടു? അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിയെ കൈവിട്ട് കളയരുതെന്ന് മാത്രമേ നമുക്ക് അധ്യാപകരോട് പറയാനുള്ളൂ. ആ കുട്ടിയെ അവിടെ തന്നെ പഠിപ്പിക്കുക, കൂടുതൽ അധ്യാപകനെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥിയാക്കി മാറ്റുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ,